യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ കീവ് ഉൾപ്പെടെ ഡസൻ കണക്കിന് നഗരങ്ങളിൽ വലിയ ആൾനാശമുണ്ടായി. റഷ്യൻ യുദ്ധക്കപ്പൽ തകർത്തതിനുള്ള പ്രതികാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം നടന്ന ഏറ്റവും കനത്ത ആക്രമണമാണ് ഇതെന്നാണ് പി ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. തണുപ്പൊക്കെ എങ്ങനെയാണ് പി ജെയിംസ്? വലിയ തണുപ്പില്ല എസ്കേൻ. ഇല്ലല്ലേ? പക്ഷേ മനസ്സിൽ ഇച്ചിരി ചൂടാണ്. യുദ്ധമൊക്കെ നടക്കണ. ഓക്കെ, പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്ലാൻ വല്ലതും ആയോ? അങ്ങനെ പ്രത്യേകിച്ച് വാർത്തകളിൽ നമ്മൾ കുറെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. വ്യക്തിപരമായ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല. ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി കീവിലേക്ക് പോകാം. വലിയ ആൾനാശമാണ് ഉണ്ടായത് എന്ന് വാർത്ത വരുന്നു. എസ്കേൻ, ഫെബ്രുവരി 24, 2022 ഈ യുദ്ധം ആരംഭിച്ചത്. എന്നുവെച്ചാൽ അടുത്ത ഫെബ്രുവരി 24 ആകുമ്പോൾ 2 വർഷം തികയും ഉക്രൈൻ യുദ്ധത്തിന്. കയറിയും ഇറങ്ങിയും ഒരുപാട് അറ്റാക്ക് നടന്നു. പക്ഷേ ഇത് തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ കനത്ത ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സ്ഥലവും ഉക്രൈനിലെ എല്ലാ നഗരങ്ങളിലും തിരമാല കണക്കെയാണ് ആക്രമണം നടന്നത്. അത് ലിവ് എന്നുള്ള പ്രദേശം പടിഞ്ഞാറൻ ഉക്രൈനിലാണ്. അവിടെ സാധാരണ ആക്രമണം നടക്കുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ രക്ഷപ്പെടുത്തിയത് ഉക്രൈൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. പോളണ്ടിലേക്കും ഹംഗറിയിലേക്കൊക്കെ കൊണ്ടുപോയാണ് നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പോൾ ലിവിൽ വലിയ ആക്രമണം നടക്കാറില്ല. ലിവ് അടക്കം കീവ് മുതൽ ലിവ് വരെ, അല്ലെങ്കിൽ ഒഡേസ മുതൽ കാർക്കീവ് വരെ ഒരുപാട് തെക്കൻ ഉക്രൈനിൽ, അതുപോലെ തന്നെ കിഴക്കൻ ഉക്രൈനിൽ ഡോണറ്റ്സ്കിൽ, ലുഹാൻസ്കിൽ അടക്കം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മുഴുവൻ റഷ്യൻ ആക്രമണം നടന്നു. ഒരുപാട് വലിയ പാർപ്പിട സമുച്ചയങ്ങൾ തകർത്ത് കളഞ്ഞു. ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് പറയുന്നത് പുട്ടിൻ്റെ രോഷം അണപൊട്ടി ഒഴുകുകയാണെന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കപ്പലാണ് തകർത്തത്. നോവോ ചെർക്കാസ്ക് എന്ന് പറഞ്ഞ കപ്പലാണ്, യുദ്ധക്കപ്പലാണ് തകർത്തത്. അത് ക്രീമിയയിൽ, റഷ്യൻ അധിനിവേശ ക്രീമിയയിൽ ചെന്ന് ഉക്രൈൻ്റെ വ്യോമസേനയാണ് തകർത്തത്. അതിനുള്ള പ്രതികാരം എന്ന നിലയിലാണ് വ്യാപകമായ ആക്രമണം അയച്ചുവിടുന്നത്. സാധാരണ ഉക്രൈനിൽ ഇസ്രായേലിൽ സംഭവിക്കുന്നത് പോലെയുള്ള ആൾനാശം ഉണ്ടാവാറില്ല. പക്ഷേ 35 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരുപാട് പേർ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് അറിയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവരെ പാഠം പഠിപ്പിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഞങ്ങൾ തിരിച്ചടി നൽകുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പറയുന്നു. അതുകൊണ്ട് തന്നെ ഉക്രൈൻ യുദ്ധം അടുത്തൊന്നും തീരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ്. റഷ്യക്ക് കരയുദ്ധത്തിൽ അല്പം അപ്പർ ഹാൻഡ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് 6,15,000 പേർ യുദ്ധരംഗത്തുണ്ടെന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് പറയുന്നത്. തിരിച്ച് 5 ലക്ഷം പേരെ കൂടി ഇനി യുദ്ധം ചെയ്യാൻ വേണമെന്ന് ഉക്രൈൻ പ്രസിഡന്റും പറയുന്നു. ഉക്രൈൻ പ്രസിഡന്റും മിലിറ്ററിയും തമ്മിൽ അവിടെ അഭിപ്രായ ഭിന്നതയുണ്ട്. ആകെ F-16 വിമാനങ്ങൾ, അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ ഉക്രൈനിൽ വന്നുവെന്നും അത് പോർമുഖത്തുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉക്രൈനുള്ള ആശ്വാസം. എന്ന് മാത്രമല്ല 7 യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ തകർത്ത് കളഞ്ഞു ഉക്രൈൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നേട്ടങ്ങൾ നേടുന്നുണ്ട്. പക്ഷേ റഷ്യ സമഗ്രമായിട്ട് ഉക്രൈൻ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് സഹായം എത്തുന്നില്ലെങ്കിലും അവിടുത്തെ കോൺഗ്രസിനെ മറികടന്ന് ജോ ബൈഡൻ്റെ സർക്കാർ ഇസ്രായേലിലേക്കും ഉക്രൈനിലേക്കും സഹായം എത്തിക്കുന്നു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. റഫീഖ് ചോദിക്കുന്നു, പി വരുന്നു എന്ന് പറയും, ഉള്ളിലൊരു വിഷമവും ഒരു കാന്തരും മരണസംഖ്യ അറിയിക്കുമല്ലോ, അതോർത്താണ് വിഷമം. എസ്കെയിൻ, എന്ത് ചെയ്യാൻ പറ്റും? കാരണം ആൾക്കാർ മരിച്ചു, കൊല്ലപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ വാർത്തയാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ ഇത് ആക്രമിക്കുന്നവർക്കെതിരെയുള്ള നമ്മുടെ ഒരു രോഷപ്രകടനം കൂടിയാണ് ഈ മരണസംഖ്യ നമ്മൾ പറയുന്നതിലൂടെ പറയുന്നത്. അത് സന്തോഷിച്ചുകൊണ്ട് പറയുന്നതല്ല എസ്കെയിൻ. ജെയിംസ്, ഇനിയിപ്പോൾ ഗസയിലേക്ക് പോയാൽ അവിടെ ഇന്നലെ ഇസ്രയേലിയുടെ ആക്രമണത്തിൽ 200 ആളുകൾ മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. സിറിയയിലും ലെബനനിലും ആക്രമണം ഉണ്ടായി. അപ്പോൾ ഈ യുദ്ധം വ്യാപിക്കുകയാണോ? എസ്കെയിൻ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കണ്ണുമൂക്കില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തുടങ്ങിയത് നമുക്ക് ഓർക്കുന്നുണ്ടാവും. 2.5 മാസം മുമ്പ് ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് തിരിച്ചടി എന്നോണം യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 3 മാസം തികയും അടുത്ത 7-ാം തീയതി. അപ്പോൾ ആ തരത്തിലുള്ളൊരു യുദ്ധം മുന്നോട്ട് പോകുന്നു. അതിൽ ആദ്യം വടക്കൻ ഗസയിലാണ് ആക്രമിച്ചത്. അവിടുന്ന് ജനങ്ങളോട് തെക്കൻ ഗസയിലേക്ക് പോകാൻ പറഞ്ഞു. അവർ തെക്കൻ ഗസയിലേക്ക് ഓടി. ലക്ഷക്കണക്കിനാണ്, 23 ലക്ഷം പേരുണ്ട് ഗസയിൽ. അവിടെ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഖാൻ യൂനിസ് നഗരമടക്കം
ഒരുപാട് നഗരങ്ങളിൽ തെക്കൻ ഗസയിൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. പിന്നെ പറഞ്ഞു റഫ, ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് പോകാൻ റഫയിലേക്ക് പോയി. ഇപ്പോൾ അവിടെയും ആക്രമണം നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തെക്കും വടക്കും കഴിഞ്ഞ് ഇപ്പോൾ മധ്യ ഗസയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത്. ആശുപത്രിക്ക് നേരെ, ബിൽഡിങ്ങിന് നേരെയൊക്കെ, ബിൽഡിങ്ങുകളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ കുരുങ്ങി കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇതെല്ലാം കൂടി ഇസ്രായേലിലെ അന്തരീക്ഷം വല്ലാതെ, ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഗസയിലെ അന്തരീക്ഷം വളരെ മോശമായിരിക്കുന്നു. ഒപ്പം തന്നെ SKN ലെബനനിൽ ഹെസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് അയച്ചിരുന്നു. ലെബനനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. സിറിയയിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു. സിറിയയിലും ഹെസ്ബുള്ളയുടെ വലിയ രീതിയിലുള്ള സാന്നിധ്യമുണ്ട്. അവർ സിറിയയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഹൂതികൾ അതേസമയം ചെങ്കടലിലേക്ക് ഒരുപാട് ഡ്രോണുകൾ അയച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അത് തകർത്തു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇതിനിടയിൽ SKN ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ഈ പാലസ്തീൻകാരായ ലക്ഷക്കണക്കിന് ജോലിക്കാർ ഇസ്രായേലിലുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ അവരൊക്കെ ജീവനും കൊണ്ടോടി, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഇസ്രായേലിലെ കൃഷിയിടങ്ങളിലടക്കം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ശാസ്ത്രീയമായി നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ. അവിടേക്ക് ഇന്ത്യക്കാരായിട്ടുള്ള 40,000 പേർ ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം പോകുന്നുവെന്ന വാർത്ത വരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ജീവനക്കാരെയും തൊഴിലാളികളെയും അവിടേക്ക് ആവശ്യപ്പെട്ടിരുന്നു. 40,000 പേര് പോകുന്നു. 1.5 ലക്ഷം രൂപയാണ് ശമ്പളം ആയിട്ട് നൽകുന്നത്. സ്വാഭാവികമായിട്ടും കൂലിപ്പണിക്കൊക്കെ 1.5 ലക്ഷം രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരുപാട് പോകാനുണ്ട് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലെ ജോലിക്ക് പോകുന്നു എന്ന വാർത്ത കൂടി വരുന്നു. ഒരുപക്ഷെ പാലസ്തീനും അറബ് രാജ്യങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പക്ഷേ ഇന്ത്യയിലെ നിന്ന് ആളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. അതനുസരിച്ചാണ് ഇസ്രായേലിലേക്ക് അവരൊക്കെ പോകുന്നത്. എന്തായാലും ഇസ്രായേലിന് വാണിംഗ് ആയിട്ട് ഐക്യരാഷ്ട്രസഭ, മറ്റ് ലോകരാജ്യങ്ങളും അമേരിക്കയുടെ സമ്മർദ്ദമൊക്കെ ഉണ്ട്. ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ഒപ്പം തന്നെ ഹമാസ് തെക്കൻ ഗസയിൽ ഒരുപാട് ഇസ്രായേലി ടാങ്കുകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സൈനികരും കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം പുറത്തു പറയുന്നില്ല. ഒരു പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ രോഷം ഇസ്രായേലിൽ തന്നെയുണ്ട്. അതുകൊണ്ട് സൈനികർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നില്ല. ബന്ദികളിൽ ഏതാണ്ട് 100ഓളം പേർ ഇപ്പോഴും അവരുടെ കൈവശമുണ്ട്. അതിൽ 23 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളുണ്ട്. എന്തായാലും ബന്ദികളുടെ കാര്യത്തിലും യാതൊരു തീരുമാനവുമില്ല. ഖത്തറും ഈജിപ്തും ഇടപെട്ട് നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. നേരത്തെ ഒരു 7 ദിവസത്തെ വെടിനിർത്തൽ മാത്രമാണ് ആകെ ഉണ്ടായിട്ടുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. ഇപ്പം അതുപോലും ഉണ്ടാവുന്നില്ല. SKN ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ചൈന പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയിരുന്നില്ല. അതിന് പകരം മുൻ നാവികസേനാ മേധാവി പ്രതിരോധ മന്ത്രിയാകുന്നു എന്ന വാർത്ത വരുന്നു. ഈ സത്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം കുറച്ച് മോശമാകാൻ ചിലപ്പോൾ ഇത് കാരണമായി എന്നും വരാം. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ബീജിംഗിൽ നിന്ന് പുതിയ വാർത്ത. SKN ചൈനയിലെ ഒരു അഴിച്ചുപണി നടന്നതിൻ്റെ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ലീ ഷാങ് ഫു എന്ന പ്രതിരോധ മന്ത്രിയെ പെട്ടെന്നൊരു ദിവസം കാണാതായി. ചൈനയിൽ എപ്പോഴും അങ്ങനെയാണ്, ഇരുമ്പ് മറയ്ക്കുള്ളിൽ അപ്രത്യക്ഷമാവുന്ന ആൾക്കാരെ കുറിച്ച് പിന്നീട് ചിലപ്പോൾ കേൾക്കാറില്ല. കേട്ടാൽ തന്നെ അവർ ഏതെങ്കിലും ജയിലിലൊക്കെ പിന്നീട് കാണും. അപ്പോൾ എന്തായാലും അവിടുത്തെ പ്രതിരോധ മന്ത്രി ലീ ഷാങ് ഫുവിനെ അവർ പുറത്താക്കി. അദ്ദേഹം ആദ്യം അപ്രത്യക്ഷനായി, പിന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞു. മാസങ്ങളായി അവിടെ പ്രതിരോധ മന്ത്രിയില്ലായിരുന്നു. ഇപ്പോൾ പുതിയ പ്രതിരോധ മന്ത്രിയെ വെച്ചിരിക്കുന്നു. ഡോങ് ജാങ് എന്നുള്ള പ്രതിരോധ മന്ത്രിയാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം നാവികസേനയുടെ തലവനായിരുന്നു. പ്രത്യേകിച്ച് ഷി ജിങ് പിങ് അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. ദക്ഷിണ ചൈന കടലിലും തായ്വാൻ്റെ കടലിടുക്കിലും ഏറ്റവും വലിയ സംഘർഷമുണ്ടാക്കിയ നാവികസേന മേധാവിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോങ് ജാൻ്റെ വരവ് ചില്ലറൊരു വരവല്ല. ഇന്ത്യ ചൈന അതിർത്തിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു പങ്ക് വഹിച്ച ഒരു മാസ്റ്റർ ബ്രെയിനായിട്ട് പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഡോങ് ജാൻ്റെ വരവ് അത് സമാധാനത്തിന് വേണ്ടിയല്ല, സംഘർഷത്തിനുള്ള വരവാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ചൈന പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എവിടെയായാലും ദക്ഷിണ ചൈന കടൽ മുഴുവൻ ഞങ്ങളുടേതാണ്. അവിടെ വിയറ്റ്നാമിന് സ്ഥലമുണ്ട്, ഫിലിപ്പീൻസിനുണ്ട്, ജപ്പാനുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ അവിടെ സ്ഥലമുണ്ട്, തായ്വാനുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെയാണ് എന്ന് ഇത് ചെയ്തുകൊണ്ടൊരു വളരെ ഇതായിട്ടുള്ള ഒരു സാമ്രാജ്യത്വ നിലപാടിൽ നിൽക്കുകയാണ് ചൈന. അവിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുണ്ട്. എന്തായാലും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നിരീക്ഷിക്കാൻ ചൈനീസ് ഡ്രോണുകൾ സജീവമാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലും ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായ ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്തു. അതിനിടയിൽ SKN വരുന്ന ഒരു ഇന്ത്യയെ അമ്പരപ്പിക്കുന്നൊരു വാർത്ത, ചൈനയുടെ A100 അടക്കമുള്ള പ്രധാനപ്പെട്ട ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം അത് പാകിസ്ഥാന് നൽകിയത് മാത്രമല്ല, പാകിസ്ഥാൻ ഫത്ത 1, ഫത്ത 2 എന്ന രീതിയിൽ ഇന്ത്യൻ അതിർത്തിയിൽ
വിന്യസിച്ച വാർത്തകളും ഈ മണിക്കൂറുകളിൽ വരുന്നത്. വല്ലാത്ത ഒരു ഇതാണ്. ഇന്ത്യയേക്കാൾ റേഞ്ച് കൂടുതലുള്ള ആർട്ടിലറിയാണ്. അതൊരു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗരൂകമാവേണ്ട അവസ്ഥയെക്കുറിച്ച് കൂടി പറയുന്നു SKN. താങ്ക് യു PP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം. അപ്പോൾ പിറ്റ്സ്മാൻ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു. SKN, PP ജെയിംസ് വരുമ്പോൾ എൻ്റെ പുതിയ 55 ഇഞ്ച് TV വല്ലാതെ ഫ്ലക്ച്വേഷൻ ആകുന്നു, PP പിരിച്ചുവിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്തായാലും നന്നായി, ചോദ്യം കൊള്ളാം. പക്ഷേ താങ്കൾ 55 ഇഞ്ച് TV വല്ലാതെ ഫ്ലക്ച്വേഷൻ ആവുന്നെങ്കിൽ കേബിളിൻ്റെ പൈസ അടച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം കൊണ്ടാണ് ഇത് കുലുങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല സജി മാങ്കോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും PP ജെയിംസിനെ നെഞ്ചത്തായിരുന്നു കേട്ടോ. പൊറോട്ട കഴിച്ചാലുള്ള ദോഷങ്ങളെന്ന എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ PP അണ്ണനെ ക്ഷണിക്കുന്നു. അന്നത്തെ ഫംഗ്ഷനിൽ PPയുടെ ഇഷ്ടവിഭവമായ പൊറോട്ടയും ബീഫും ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നു. എൻ്റെ മാങ്കോടെ ഓക്കെ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.